നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം സുജാത പഴുത്ത. മനുഷ്യനെ ഏറ്റവും മോഹിപ്പിക്കുന്ന ഒന്നാണ് പ്രണയം. നമുക്കിടയിൽ പ്രണയിക്കപ്പെടാനും പ്രണയിക്കാനുമൊക്കെ ആഗ്രഹിക്കാത്തവരാരാ ഉള്ളതല്ലേ? എന്നാൽ ചില പ്രണയങ്ങൾ കുടുംബ ബന്ധങ്ങളിൽ ശിഥിലമുണ്ടാക്കുന്നു. അത് വൈരാഗ്യത്തിലേക്കും പ്രതികാരത്തിലേക്കും നീങ്ങുന്നു. അത്തരമൊരു പ്രതികാരത്തിൻ്റെ കഥയാണ് ഞാനിന്ന് നിങ്ങൾക്ക് മുമ്പിൽ പറയുന്നത്. കഥ കേട്ട് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ അനുഭവങ്ങൾ കൂടി പങ്കുവയ്ക്കും. ബാംഗ്ലൂരിൽ നടന്ന ഒരു സംഭവ കഥയാണിത് കേട്ടോ. 27 വയസ്സുകാരനായ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ഗിരീഷിൻ്റെയും 21 വയസ്സുകാരിയായ നിയമവിദ്യാർത്ഥിനിയും പ്രമുഖ അഭിഭാഷകൻ്റെ മകളുമായ ശുഭയുടെയും വിവാഹ നിശ്ചയം 2003 നവംബറിൽ ആഘോഷത്തോടുകൂടി നടക്കുന്നു. വിവാഹ നിശ്ചയം കഴിഞ്ഞ് 3 ദിവസങ്ങൾക്കു ശേഷം, അതായത് ഡിസംബർ 3 ശുഭ ഗിരീഷിനെ ഫോണിൽ വിളിച്ച് അന്ന് രാത്രി നമുക്ക് അത്താഴത്തിന് പുറത്തു പോകാമോ എന്ന് ചോദിക്കുകയും ഗിരീഷ് സന്തോഷത്തോടു കൂടി അത് അംഗീകരിക്കുകയും ചെയ്യുന്നു. ഇരുവരും ചേർന്ന് ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന് ഭക്ഷണം കഴിച്ചു. തിരികെ വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ വിമാനങ്ങൾ ഇറങ്ങുന്നത് കാണാൻ തനിക്ക് വലിയ ഇഷ്ടമാണെന്നും എയർപോർട്ട് റോഡിലൂടെ യാത്ര ചെയ്യണമെന്നും ശുഭ ഗിരീഷിനോട് ആവശ്യപ്പെടുന്നു. ശുഭയുടെ ആഗ്രഹം മാനിച്ച ഗിരീഷ് എയർപോർട്ട് റോഡിലെത്തി രാത്രി വിമാനങ്ങൾ ഇറങ്ങുന്നത് കണ്ടുകൊണ്ട് നിൽക്കുന്നു. അപ്രതീക്ഷിതമായി ഒരു ബൈക്കിൽ 2 പേർ അവരുടെ അടുത്തേക്ക് വരുന്നു. പിന്നിലിരുന്നയാൾ കൈവശമുണ്ടായിരുന്ന ഇരുചക്ര വാഹനത്തിൽ ഉപയോഗിക്കുന്ന ഇരുമ്പ് വടി ഉപയോഗിച്ച് ഗിരീഷിന്റെ തലയ്ക്ക് ആഞ്ഞടിക്കുന്നു. തലയ്ക്ക് മാരകമായി പരിക്കേറ്റ ഗിരീഷ് തൽക്ഷണ നിലത്തേക്ക് വീഴുന്നു. ഗിരീഷ് വീണെന്ന് ഉറപ്പായ ശേഷം അവർ ബൈക്ക് എടുത്ത് അതിവേഗം ഓടിച്ചുപോയി. നടന്നതെന്താണെന്ന് തിരിച്ചറിയാനാകാതെ വല്ലാത്തൊരവസ്ഥയിൽ നിന്നിരുന്ന ശുഭ നിലവിളിച്ചുകൊണ്ട് ഗിരീഷിനരികിലേക്ക് ഓടിച്ചെന്നു. തലയുടെ പുറകുവശം വലിയ രീതിയിൽ പൊട്ടി ചോര വാർന്നു പോകുന്നത് കണ്ട ശുഭ വല്ലാതെ ഭയന്നുപോയി. ധൈര്യം സംഭരിച്ച് ആ റോഡിലൂടെ പോകുന്ന വാഹനങ്ങൾക്കെല്ലാം സഹായത്തിനായി കൈ കാണിച്ചു. ഒടുവിൽ ഒരു കാർ ശുഭയുടെ മുന്നിൽ വന്നു നിന്നു. ആ കാറിലുണ്ടായിരുന്ന പ്രായമായ ദമ്പതികൾ ശുഭയുടെ ദയനീയാവസ്ഥ മനസ്സിലാക്കി ഗിരീഷിനെ കാറിൽ കയറ്റി മണിപ്പാൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. സംഭവം അറിഞ്ഞ ഗിരീഷിൻ്റെ മാതാപിതാക്കളും ഉടൻ ആശുപത്രിയിലെത്തി. പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു. എന്നാൽ കുറ്റകൃത്യം നടന്ന സ്ഥലത്ത് കാര്യമായ തെളിവുകളൊന്നും ലഭിച്ചില്ല. സ്പെഷ്യൽ പോലീസ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറായ നാണയ്യയ്ക്കായിരുന്നു കേസിന്റെ ചുമതല. ആശുപത്രിയിലെത്തിയ അദ്ദേഹം ശുഭയോട് അക്രമികളുടെ മുഖമോ വാഹനത്തിന്റെ നമ്പരോ ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചു. മാനസികാവസ്ഥ മോശമായതുകൊണ്ട് താൻ ഒന്നും ശ്രദ്ധിച്ചില്ലെന്നായിരുന്നു ശുഭയുടെ മറുപടി. തുടർന്ന് ഗിരീഷിൻ്റെ വീട്ടുകാരോട് ശത്രുക്കളായി ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഗിരീഷിന് ആരുമായും ശത്രുതയില്ലെന്നും ജോലി, വീട് എന്നിങ്ങനെ ഒതുങ്ങിക്കൂടി ജീവിക്കുന്ന സ്വഭാവമാണ് അവൻ്റേതെന്നും അവർ മറുപടി നൽകി. കേസിന്റെ ഒരു ഘട്ടത്തിൽ ഗിരീഷിന്റെ സഹോദരൻ രമേശിനെയും പോലീസ് ചോദ്യം ചെയ്തു. എന്നാൽ നിരപരാധിയായ ഗിരീഷിനെ ആക്രമിച്ചത് എന്തിനെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയില്ല. അന്വേഷണവുമായി മുമ്പോട്ട് പോകുമ്പോൾ ഇത് കവർച്ചാ ശ്രമമാകാനാണ് സാധ്യതയെന്ന് ഓഫീസർ നാണയ്യ കരുതി. എന്നാൽ അടുത്ത ദിവസം ഗിരീഷ് മരണപ്പെട്ടതോടെ കേസ് കൊലപാതകമായി മാറി. വിവാഹത്തിന് വെറും 5 മാസം മാത്രം ബാക്കി നിൽക്കെ മകന്റെ ആകസ്മിക മരണം ഗിരീഷിന്റെ വീട്ടുകാരെയും ശുഭയുടെ കുടുംബത്തെയും ആകെ തളർത്തി. സംഭവം നടന്ന ഏതാണ്ട് 1.5 മാസം കഴിഞ്ഞിട്ടും കാര്യമായ തെളിവുകളൊന്നും ലഭിച്ചില്ല. അക്കാലത്ത് CCTV ലഭ്യതയും കുറവായിരുന്നുവല്ലോ. കൊലയാളികളുടെ പ്രതീക്ഷയും അതായിരുന്നു വാസ്തവത്തിൽ. എന്തെങ്കിലും തുമ്പ് കണ്ടെത്താമെന്നു കരുതി ഓഫീസർ നാണയ്യ ഗിരീഷിന്റെയും ശുഭയുടെയും വിവാഹ നിശ്ചയത്തിന്റെ വീഡിയോ കാസറ്റ് ആവശ്യപ്പെട്ടു. മിടുക്കനായ അദ്ദേഹം നിശ്ചയത്തിൽ പങ്കെടുത്തവരുടെ ബോഡി ലാംഗ്വേജ് അടിസ്ഥാനമാക്കിയാണ് ഈ കേസ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. വീഡിയോ കാസറ്റ് കണ്ട അദ്ദേഹത്തിന് ചില സംശയങ്ങൾ തോന്നിയതിൻ്റെ അടിസ്ഥാനത്തിൽ ശുഭയുടെ വീട്ടിൽ പോയി അവളുടെ മൊബൈൽ ഫോൺ ആവശ്യപ്പെടുന്നു. ശുഭ ഫോൺ കൈമാറിയതോടെ ഓഫീസർ നാണയ്യ കോൾ ഡീറ്റെയിൽസ് പരിശോധിച്ചു. ഗിരീഷിനെ ആക്രമിച്ച ഡിസംബർ 3 ശുഭയുടെ ഫോണിൽ നിന്ന് ഒരു നമ്പറിലേക്ക് 73 തവണ കോൾ പോയിരുന്നു. ആ നമ്പർ ലോ കോളേജ് വിദ്യാർത്ഥിയായ അരുൺ വർമ്മയുടേതായിരുന്നു. ഉടൻ തന്നെ അദ്ദേഹം അരുണിനെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചു. ഗിരീഷ് എന്ന ആളെ അറിയുമോ? 3-ാം തീയതി താങ്കൾ എവിടെയായിരുന്നു എന്ന ചോദ്യങ്ങൾക്ക് ഗിരീഷോ, അതാരാണ്? ഞാൻ അന്ന് ഔട്ട് ഓഫ് സ്റ്റേഷനായിരുന്നു എന്ന മറുപടിയാണ് അരുൺ നൽകിയത്. ഒരു സംശയവും തോന്നാത്ത രീതിയിൽ സംസാരിച്ച അരുണിനെ വീട്ടിലേക്ക് പോകാൻ പോലീസ് അനുവദിച്ചു. സ്റ്റേഷനിൽ നിന്നിറങ്ങിയ ഉടൻ അരുൺ ഒരാളെ വിളിച്ച് പോലീസിന് തന്നെ സംശയമൊന്നും തോന്നിയില്ലെന്ന് പറഞ്ഞു. പോലീസുകാർ തന്നോട് ചോദിച്ച കാര്യങ്ങൾ വിശ്വസിച്ചെന്നും വീട്ടിൽ പോകാൻ സമ്മതിച്ചെന്നും അരുൺ കൂട്ടിച്ചേർത്തു. എന്നാൽ അവരുടെ സംസാരം മുഴുവൻ പോലീസ് ഓഫീസർ നാണയ്യ ട്രാക്ക് ചെയ്യുന്നുണ്ടെന്ന് അവർ തിരിച്ചറിഞ്ഞില്ല. വിവാഹ നിശ്ചയത്തിന്റെ വീഡിയോയിൽ ശുഭയുടെ മുഖത്ത് ഒട്ടും സന്തോഷമില്ലാതിരുന്നത് കണ്ടപ്പോൾ തന്നെ ഓഫീസർക്ക് സംശയം തോന്നിയിരുന്നു. ഒരു താല്പര്യവുമില്ലാതെ ആരോ നിർബന്ധിച്ച് കൊണ്ടുവന്നതുപോലെയാണ് അവർ ചടങ്ങിൽ പങ്കെടുത്തത്. ഇതോടെ നാണയ്യയ്ക്ക് ഒരു കാര്യം മനസ്സിലായി.
ഇതിൽ ശുഭയ്ക്കും പങ്കുണ്ടെന്ന്. ശുഭയ്ക്ക് ഒറ്റയ്ക്ക് എന്തായാലും ചെയ്യാൻ സാധിക്കില്ലെന്നും നാണയ തിരിച്ചറിഞ്ഞു. ശുഭയുടെ മുഴുവൻ ഫോൺ രേഖകളും ശേഖരിച്ച് അരുണിനെ വീണ്ടും സ്റ്റേഷനിലേക്ക് അദ്ദേഹം വിളിപ്പിക്കുന്നു. അരുണിനെ പ്രത്യേകം ചോദ്യം ചെയ്തപ്പോൾ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പോലീസിന് ലഭിച്ചത്. 2003 ഇത് വളരെ അപൂർവമായ ഒരു കേസായിരുന്നു. ഗിരീഷിൻ്റെയും ശുഭയുടെയും വീട്ടുകാർ നേരത്തെ പരിചയമുള്ളവരായിരുന്നു. അതാണ് ശുഭയെ മരുമകളായി കിട്ടാൻ ഗിരീഷിൻ്റെ മാതാപിതാക്കൾ ആഗ്രഹിച്ചത്. എന്നാൽ ഈ വിവാഹത്തിന് തനിക്ക് താല്പര്യമില്ലെന്നും മറ്റൊരാളെ തനിക്ക് ഇഷ്ടമാണെന്നും പലതവണ വീട്ടുകാരോട് ശുഭ പറഞ്ഞു. കാരണം ഗിരീഷ് കാഴ്ചയിൽ വളരെ പാവവും സാധാരണക്കാരനുമായിരുന്നു. ശുഭയുടെ സങ്കല്പങ്ങൾക്ക് ഒട്ടും യോജിച്ചതായിരുന്നില്ല അത്. വിവാഹ നിശ്ചയത്തിന് ഒരുങ്ങുന്നതിനിടെ ബ്യൂട്ടീഷ്യനോടും ശുഭ ഇത് തന്നെ ആവർത്തിച്ചു. എന്നാൽ ശുഭ സ്നേഹിച്ചിരുന്ന ആൾക്ക് ശുഭയേക്കാൾ 2 വയസ്സ് പ്രായം കുറവാണെന്ന കാരണം പറഞ്ഞാണ് വീട്ടുകാർ അവളുടെ പ്രണയത്തെ എതിർത്തത്. ഈ ധർമ്മസങ്കടം അവൾ അരുണിനെ അറിയിക്കുന്നു. അരുൺ തൻ്റെ കസിനായ ദിനേശിൻ്റെ സഹായം തേടുന്നു. അരുൺ ദിനേശിനോട് ആവശ്യപ്പെട്ടത് ഒന്ന് മാത്രമാണ്: എത്ര പണം ചെലവായാലും വേണ്ടില്ല, ഗിരീഷ് ഇല്ലാതാകണം. ദിനേശ് വെങ്കിടേഷ് എന്ന കൂലിത്തല്ലുകാരനെ അരുണിന് പരിചയപ്പെടുത്തുന്നു. വിവാഹത്തിന് ഒരാഴ്ച മുൻപ് തന്നെ അവർ പദ്ധതികൾ തയ്യാറാക്കിയെങ്കിലും അത് പരാജയപ്പെട്ടു. വിവാഹ നിശ്ചയത്തിന് ശേഷം ശുഭ തന്നെ നേരിട്ട് പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നത് അങ്ങനെയാണ്. ഡിന്നറിന് പുറത്തുപോയ ശുഭ ഓരോ നിമിഷവും അരുണിനെ വിളിച്ച് അറിയിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് വിമാനങ്ങൾ ഇറങ്ങുന്നത് കാണാനെന്ന വ്യാജേന റിംഗ് റോഡിൽ ഗിരീഷിനെ അവൾ കൊണ്ടുവരികയും അവിടെ കാത്തുനിന്ന അരുണും വെങ്കിടും കൂടി ഇരുമ്പ് വടി കൊണ്ട് ഗിരീഷിനെ ആക്രമിക്കുകയും ചെയ്യുന്നത്. അതിനുശേഷം നടന്നതെല്ലാം ശുഭയുടെ നാടകമായിരുന്നു. സംഭവ ദിവസം ശുഭയും ഗിരീഷുമുള്ള സമയത്ത് ശുഭ അരുണിനോട് ഒട്ടേറെ തവണ SMS വഴിയും ആശയവിനിമയം നടത്തിയിരുന്നു. ശുഭ അരുണിന് അവരുടെ സ്ഥലത്തെക്കുറിച്ചുള്ള തത്സമയ അപ്ഡേറ്റുകൾ നൽകുന്നുണ്ടെന്ന പ്രോസിക്യൂഷൻ്റെ സിദ്ധാന്തത്തെ ഇത് അങ്ങനെ ശരിവച്ചു. കൊലപാതക ശ്രമങ്ങൾക്ക് തെളിവായി ബ്യൂട്ടീഷ്യൻ്റെ മൊഴിയും ഗിരീഷിനെ ആശുപത്രിയിൽ എത്തിച്ച പ്രായമായ ദമ്പതികളുടെ മൊഴിയും ഉണ്ടായിരുന്നു. അപകടം നടന്ന സ്ഥലത്തുനിന്ന് ഗിരീഷിനെ കാറിലേക്ക് കയറ്റിയ ശേഷം ശുഭ ചെയ്തത് ഗിരീഷിൻ്റെ അടുത്തിരിക്കാതെ കാറിൻ്റെ മുൻസീറ്റിൽ വന്നിരിക്കുകയായിരുന്നു. അതിനവൾ കാരണം പറഞ്ഞത് ബ്ലഡ് കണ്ടാൽ തല തിരിയുമെന്നും ഛർദ്ദിക്കുമെന്നുമാണ്. ഈ പ്രവൃത്തി ദമ്പതികൾക്ക് അസ്വാഭാവികതയായി തോന്നിയിരുന്നു. എൻഗേജ്മെൻറ്റ് വീഡിയോ, ശുഭയുടെ കോൾ രേഖകൾ, ബ്യൂട്ടീഷ്യൻ്റെയും ദമ്പതികളുടെയും മൊഴി എന്നിവയെല്ലാം വെച്ച് ഈ 4 പേരും കുറ്റം ചെയ്തവരെന്ന് പോലീസ് തെളിയിച്ചു. അക്രമത്തിനായി ഉപയോഗിച്ച ആയുധവും പോലീസുകാർ കണ്ടെടുത്തു. സംഭവം നടന്ന ഏതാണ്ട് 1.5 മാസങ്ങൾക്കു ശേഷം ഇവർ എല്ലാവരെയും പോലീസ് അറസ്റ്റ് ചെയ്തു. ഫോൺ കോൾ റെക്കോർഡ്സുകളും SMS രേഖകളും തെളിവായി ഉപയോഗിച്ച് കർണാടക ക്രൈം ഹിസ്റ്ററിയിൽ ഒരു കേസ് തെളിയിക്കുന്നത് ഇതാദ്യമായിരുന്നു. 6 വർഷത്തോളം നീണ്ട കോടതി വ്യവഹാരങ്ങൾക്കൊടുവിൽ 2010 മെയ് മാസത്തിൽ ഫാസ്റ്റ് ട്രാക്ക് കോടതി എല്ലാവർക്കും ജീവപര്യന്തം തടവും 50,000 രൂപ പിഴയും വിധിച്ചു. 2010 നവംബറിൽ ഹൈക്കോടതി ഈ ഉത്തരവ് ശരിവെച്ചു. എന്നാൽ ഇതിനെതിരെ ശുഭ 2014 സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകിയെങ്കിലും ആ അപ്പീൽ തള്ളപ്പെട്ടു. എന്നാൽ 2014 ജാമ്യത്തിൽ പുറത്തിറങ്ങിയ ശുഭയുടെ മുഖത്ത് യാതൊരു കുറ്റബോധവും ഉണ്ടായിരുന്നില്ല. 2025 ജൂലൈ മാസത്തിൽ സുപ്രീം കോടതി മധ്യവയസ്സിലെത്തിയ ശുഭയുടെ ജീവപര്യന്തം തടവ് ശരിവച്ചു. കൊലപാതകമെന്ന കടുംകൈ ചെയ്യാതെ അരുണിനും ശുഭയ്ക്കും എളുപ്പത്തിൽ ഒളിച്ചോടി പോകാമായിരുന്നിട്ടും എന്തുകൊണ്ടാവും അവൾ ഗിരീഷിനെ കൊലപ്പെടുത്തിയത്? അതൊരു ചോദ്യചിഹ്നമായി ഇപ്പോഴും നിലനിൽക്കുന്നു. ശുഭയുടെ നഷ്ടപ്രണയത്തിൻ്റെ പേരിൽ ഗിരീഷ് എന്ന നിരപരാധി കൊല്ലപ്പെടുമ്പോൾ നിരവധി ചോദ്യമുയരുന്നുണ്ട്. ശുഭയെ ഒന്ന് കേൾക്കാൻ ആ മാതാപിതാക്കൾ ഒരിക്കലെങ്കിലും തയ്യാറായിരുന്നെങ്കിൽ അവളുടെ ജീവിതം ഇന്ന് ഇങ്ങനെ അഴിക്കുള്ളിലാകുമായിരുന്നില്ല. സുപ്രീം കോടതിയുടെ പ്രത്യേക നിരീക്ഷണം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അഡ്രിനാലിൻ ഗ്രന്ഥിയുടെ അനിയന്ത്രിത പ്രവർത്തനം കൊലപാതകം വരെ എത്തുമ്പോൾ മനസ്സിനെ നിയന്ത്രിക്കാൻ നാം ഇനിയും പരിശീലിക്കേണ്ടതുണ്ട്. നമ്മുടെ മക്കളെ ദുരഭിമാനത്തിൻ്റെ പേരിൽ ഇങ്ങനെ അഴിക്കുള്ളിലേക്ക് പറഞ്ഞയക്കാതിരിക്കുക. പ്രണയം എന്നത് ഒരിക്കലും നിരസിക്കേണ്ട ഒരു സംഭവമല്ലെന്നും മനസ്സിലാക്കുക. നിങ്ങൾക്ക് ചുറ്റും ഇത്തരം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യൂ. വീണ്ടും കഥകൾ കേൾക്കാൻ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ.